എനിക്ക് വളരെ പരിചയമുള്ള, ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ തന്നെ വളരെ മാന്യമായി നന്നായി സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ജോർജ് കുര്യൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി. ഞാൻ അദ്ദേഹവുമായി ഒരു 2-3 തവണ സംസാരിച്ചിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് നേരിട്ട് ഫോൺ എടുക്കാറുള്ളത് പോലും. നമ്മൾ പറയുന്ന കാര്യം വളരെ വിശദമായി കേട്ട് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ അത് പറയും. അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും വളരെ സൗമനസ്യത്തോടുകൂടി ഇങ്ങനെയല്ല, നമുക്കത് ചെയ്യുന്നതിന് പരിമിതി ഉണ്ട് എന്നുള്ളത് നമ്മുടെ അടുത്ത് കൃത്യമായിട്ട് പറയും. അങ്ങനെയുള്ള ജോർജ് കുര്യൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. എനിക്ക് വളരെ സ്നേഹപൂർവ്വം ജോർജ് കുര്യൻ സാറിനോട് പറയാനുള്ളത്, താങ്കൾ ആ പ്രസ്താവന തിരുത്തണമെന്നാണ്. അത് ഈ ബഡ്ജറ്റിൽ കേരളം പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേരളം പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2-2.5 കോടി ആളുകൾ മാത്രമാണ് ഇന്ത്യയിൽ ടാക്സ്, 7.5 കോടി 8 കോടി ആളുകളിൽ താഴെ മാത്രമാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ആ ഫയൽ ചെയ്യുന്ന ആളുകളിൽ നിങ്ങളിപ്പോൾ നേരത്തെ 7,75,000 വരെ റവന്യൂ ഉള്ളവർക്ക് ടാക്സ് അടക്കണ്ടായിരുന്നു. ഇപ്പോൾ അത് നിങ്ങൾ 12,75,000 വരെ ആക്കി. ടെക്നിക്കലി 12 ലക്ഷമാണ്, പക്ഷേ 12,75,000 വരെയുള്ള ആളുകൾക്ക് ടാക്സ് അടക്കണ്ട. നല്ല കാര്യം. പക്ഷെ അങ്ങനെ വരുമ്പോൾ പോലും അതിൽപ്പെടുന്ന വെറും ഒരു കോടിയിൽ താഴെ ആളുകൾക്ക് മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. ആ ബെനിഫിറ്റ് കിട്ടുമ്പോൾ കേരളത്തിലെ കുറച്ച് ഉദ്യോഗസ്ഥർക്കും കൂടി ആ ബെനിഫിറ്റ് കിട്ടും. കേരളത്തിലെ ഉദ്യോഗസ്ഥരടക്കം ഏതാണ്ട് 90% ആളുകളും ടാക്സ് അടക്കേണ്ടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത് സത്യമാണ്. പക്ഷേ കേരളത്തിലൊരു എയിംസ് അനുവദിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതേവരെ അനുവദിച്ചിട്ടില്ല. പൊതുവായി കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ കേരളത്തിന് കൂടി ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുമ്പോൾ ശരിയാണ്. പക്ഷേ കേരളത്തിൽ ഒരു എയിംസ് ഇതേവരെ അനുവദിച്ചിട്ടില്ല. കേരളത്തിന് വേണ്ടി 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ചോദിച്ചിരുന്നു. അത് കിട്ടാൻ സാധ്യതയില്ലെന്നറിയാം, അത് വേണ്ട. പക്ഷേ എൻ്റെ ഏറ്റവും കുറഞ്ഞ പക്ഷം 30 പേര് മരിച്ചിട്ടുള്ള മറ്റു പല സ്ഥലങ്ങളുടെയും പ്രകൃതി ദുരന്തങ്ങൾക്ക് 3,000 കോടി രൂപ വാരിക്കോരി കൊടുക്കുമ്പോൾ കേരളത്തിൽ 500-ലധികം പേര് മരിച്ച മേപ്പാടിയിലെ വയനാടുണ്ടായ ദുരന്തത്തിൽ പ്രധാനമന്ത്രി തൊട്ടടുത്ത ദിവസം തന്നെ വന്ന് കണ്ടിട്ട് പോയ ആ ദുരന്തം നിങ്ങൾ അറിയേണ്ടത്, ജോർജ് കുര്യൻ അവിടെ നിന്ന് ഏതാണ്ട് ഒരാഴ്ചയോളം കൃത്യമായി പണിയെടുത്തിട്ടുള്ള ആ ദുരന്തത്തിൽ കൃത്യമായി ഒരു ഇടപെടൽ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു ഫണ്ട് കൊടുക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ താങ്കൾക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ താങ്കളൊരു മന്ത്രി ആയതുകൊണ്ട് താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേരളം പിന്നോക്കമാണെന്ന് പറയട്ടെ, എങ്കിൽ ഞങ്ങൾ പണം കൊടുക്കാമെന്നാണ്. എൻ്റെ ജോർജ് കുര്യൻ ഒരു മലയാളിയായി ഇരുന്നു കൊണ്ട് താങ്കൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നത് ഈ ബഡ്ജറ്റിനെ ന്യായീകരിക്കാം. അതിന് തക്ക ബുദ്ധി താങ്കൾക്കുണ്ട്, താങ്കൾ അത് കാണിക്കണം. പക്ഷെ അല്ലാതെ കേരളം പിന്നോക്കമാണെന്ന് പറയട്ടെ എന്ന് പറഞ്ഞാൽ കേരളം എല്ലാ അടിസ്ഥാന സൂചികകളിലും മിക്കവാറും മുകളിലാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, പൊതുജനാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, ഇത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾ മുൻപന്തിയിലാണ്. അത് UDF LDF ഉണ്ടാക്കിയത് മാത്രമല്ല, ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യയുമായി എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളൊക്കെ കുറച്ചുകൂടി റിച്ചാണ്. അതിന് ചരിത്രപരമായിട്ടുള്ള പല കാരണങ്ങളുമുണ്ട്. ഇനി അതുകൂടാതെ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ ഈ LDF UDF ഗവൺമെൻറ്റുകളൊക്കെ ഭരിക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് നാട്ടുരാജ്യമായി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ പല സൂചികകളിലും നമ്മൾ വലിയ തോതിൽ മേന്മ നേടിയിട്ടുള്ളവരാണ്, വലിയ തോതിൽ ഉന്നതി നേടിയിട്ടുള്ളവരാണ്. അപ്പോൾ അതൊക്കെ കളഞ്ഞുകൊണ്ട് ഈ പറയുന്ന കേരളം പിന്നോക്കമാണ് എന്ന് പറയട്ടെ, അത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സഹായിക്കാമെന്നുള്ളൊരു വാചകം താങ്കൾ വെറുതെ പറഞ്ഞതാണെന്ന് എനിക്കറിയാം. കേരളം പിന്നോക്കമാണെന്ന് പറഞ്ഞാലും താങ്കൾക്കോ സുരേഷ് ഗോപിക്കോ ഒന്നും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി ഇങ്ങോട്ട് വലിയ ഫണ്ടൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. അത് കുഴപ്പമില്ല. കാരണം കേരളം എന്ന് പറയുന്നത് ഏതാണ്ട് 20 സീറ്റ് മാത്രമുള്ള ഒരു ചെറിയ സംസ്ഥാനമാണെന്നും അവിടെ നിന്ന് BJPക്ക് ഇത്രയൊക്കെ കിട്ടാനുള്ളതും BJPക്ക് കൃത്യമായിട്ട് അറിയാം. അതേസമയം BJP കഴിഞ്ഞ തവണ തന്നെ സ്പെഷ്യൽ പാക്കേജുകൾ ഒഡീഷയ്ക്ക് കൊടുത്തിരുന്നു, ബീഹാറിന് കൊടുത്തിരുന്നു, ഈവൻ തമിഴ്നാട്ടിന് പോലും കൊടുത്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കൊടുക്കുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം അതൊക്കെ കുറേ കൂടി വലിയ സംസ്ഥാനങ്ങളായതുകൊണ്ട് അവിടെയൊക്കെ വലിയ നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിയണം എന്ന് വിചാരിച്ച് തന്നെയാണ്. നമ്മുടെ ഇവിടെയും അങ്ങനെ തന്നെയാണ്. കാരണം കേവലം 3 MLA മാത്രമുള്ള വയനാട് പലപ്പോഴും അവഗണിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. അതേസമയം 14 MLA ഞാനിരിക്കുന്ന എറണാകുളത്ത് ഒരിക്കലും അവഗണന ഉണ്ടാവില്ല. അതേപോലെ തന്നെ 14-ലധികം MLA തിരുവനന്തപുരത്ത് അവഗണന ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംഘടിത ശക്തികൾ ഉണ്ടെങ്കിൽ മാത്രമേ അവഗണന ഇല്ലാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് താങ്കൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി കേരളത്തിലേക്ക് മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നുള്ള പല ന്യായീകരണങ്ങളും പറയാം. പക്ഷെ താങ്കൾ എന്നെ വളരെയധികം നിരാശപ്പെടുത്തി. താങ്കൾ പറഞ്ഞത് കേരളം പിന്നോക്കമാണ് എന്ന് പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞത്
ജോർജ് കുര്യൻ, താങ്കൾ ഇത്രയും കാലം താങ്കളുടെ ഒരു ക്രെഡിബിളായ ഇമേജ് താങ്കൾ കൃത്യമായി ബിൽഡ് ചെയ്തിരുന്നു. സുരേഷ് ഗോപി സ്വന്തം ഇമേജൊക്കെ നശിപ്പിച്ചപ്പോൾ പോലും താങ്കൾക്ക് ഒരു വിധത്തിലെ ക്ഷതവും ഏൽക്കാതെ താങ്കൾ സൂക്ഷിച്ചിരുന്നു. ആ ഇമേജിന് താങ്കൾ മറ്റു പല ന്യായീകരണങ്ങളും വളരെ ഭംഗിയായി സംസാരിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പറയേണ്ടതിന് പകരം ഇത് പറഞ്ഞത് വളരെ വളരെ മോശമായിപ്പോയി. അങ്ങ് അതിന് നിരുപാധികം ക്ഷമ പറഞ്ഞുകൊണ്ട് ആ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. ഇതെനിക്ക് പലപ്പോഴും 1-2 തവണ ഞാൻ താങ്കളെ വിളിച്ചപ്പോഴൊക്കെ താങ്കൾ വളരെ സൗഹൃദത്തോടുകൂടി, വളരെ നന്നായി, വളരെ സ്നേഹത്തോടു കൂടി സംസാരിച്ച ഒരാളെന്നുള്ള നിലയിൽ താങ്കളുടെ ഇമേജ് തീർച്ചയായിട്ടും താങ്കളെക്കുറിച്ച് വലിയ അഭിമാനബോധമുണ്ടായിരുന്ന ഒരാളെന്നുള്ളതിൽ എന്നെ നിരാശപ്പെടുത്തിയതുകൊണ്ട് ഞാൻ പബ്ലിക്കായി താങ്കളോട് പറയുകയാണ്, താങ്കൾ ഈ പ്രസ്താവന പിൻവലിക്കണം, ഇതിൽ നിന്ന് പിന്മാറണം. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തരുത്. നമ്മൾ രാഷ്ട്രീയക്കാരല്ലേ, നമുക്കെല്ലാം അറിയാം പലതും പറഞ്ഞ് ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞ് ന്യായീകരിക്കുന്നതായിരിക്കും ഉചിതം.